വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ്ങിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം പാർട്ടാണ്. ഗിവൺ ദ ഡേറ്റ സെറ്റ് എ ബി സി ഡി ഇ ആൻഡ് ദ ഫോളോയിങ് ഡിസ്റ്റൻസ് മെട്രിക്സ് കൺസ്ട്രക്ട് എ ഡെൻഡോഗ്രാം ബൈ കംപ്ലീറ്റ് ലിങ്കേജ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് യൂസിങ് ദ അഗ്ലോമറേറ്റീവ് മെത്തേഡ്. ഇവിടെ ഒരു ഡിസ്റ്റൻസ് മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡേറ്റ സെറ്റ് തന്നിരിക്കുന്നത് അതുപോലെ എടുത്തെഴുതുക. ഡേറ്റ സെറ്റ് ഇസ് ഈക്വൽ ടു എ ബി സി ഡി ഇ. ഇനിഷ്യൽ ക്ലസ്റ്റർ C1 ആണ് ആദ്യം നമുക്ക് എഴുതേണ്ടത്. അതായത് ഈ ഡേറ്റ സെറ്റിലുള്ള എല്ലാ ഡേറ്റ പോയിന്റിനെയും സിംഗിൾ ക്ലസ്റ്റർ ആയിട്ട് എഴുതുന്നതാണ് നമ്മുടെ ഇനിഷ്യൽ ക്ലസ്റ്റർ C1. എ ബി സി ഡി ഇ ഇങ്ങനെ ഓരോന്നും സിംഗിൾ ക്ലസ്റ്റർ ആയിട്ട് എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണോ അത് തന്നെ, അതായത് തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് മെട്രിക്സ് എന്താണോ അത് തന്നെ ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുക. മേളിൽ എന്ത് എഴുതണമെന്നാണ് വ്യത്യാസം വരുന്നത്? ഓരോ സിംഗിൾ ക്ലസ്റ്റേഴ്സാണ് എഴുതുന്നത്. കണ്ടോ? എ ബി സി ഡി ഇ. അതേപോലെ തന്നെ ഇവിടെയും ക്ലസ്റ്റർ ആയിട്ട് വേണം എ ബി സി ഡി ഇ ആയിട്ട് എഴുതാൻ. അതിൻ്റെ വാല്യൂസ് എല്ലാം ആദ്യം നമുക്ക് എന്താണോ ഇട്ടിരിക്കുന്നത് അത് തന്നെ ഇങ്ങോട്ട് എഴുതാം. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എവിടെയാണെന്ന് നോക്കണം. 0 അല്ലാണ്ട് ഏറ്റവും മിനിമം വാല്യൂ വരുന്നത് ഏതാണ്? 2 ആണ് വരുന്നത്. ഈ 2 ആരുടെ ഡിസ്റ്റൻസ് ആണ്? ക്ലസ്റ്റർ സിയും ഇയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ 2 എന്ന് പറഞ്ഞു വരുന്നത്. മിനിമം ഡിസ്റ്റൻസ് ഈസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ സി ആൻഡ് ക്ലസ്റ്റർ ഇ. അതായത് അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഡി ഓഫ് ക്ലസ്റ്റർ സി ക്ലസ്റ്റർ ഇ ഈക്വൽ ടു 2 എന്ന് എഴുതിയിരിക്കുന്നത്. ന്യൂ സെറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സ് നമ്മൾ എങ്ങനെ എഴുതാം? ന്യൂ സെറ്റ് ഓഫ് ക്ലസ്റ്റർ C2 എന്ന് പറയുന്നത് ക്ലസ്റ്റർ എ നേരത്തെ ഉള്ളതുപോലെ തന്നെ ബിയും അതുപോലെ തന്നെ ഡിയും അതുപോലെ തന്നെ. എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ എന്താ മാറ്റം വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മിനിമം ഡിസ്റ്റൻസ് എടുത്ത സിയും ഇയും എന്ന് പറയുന്ന ക്ലസ്റ്റർ ഒന്നാക്കി എഴുതി. C, E എന്ന് പറയുന്നത് ഒരൊറ്റ ക്ലസ്റ്ററായി മാറി. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ പുതിയ ക്ലസ്റ്റർ സിഇയും അതേപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഓരോ ക്ലസ്റ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ സി ഇ ക്ലസ്റ്റർ എ നോക്കാം. ഇതെങ്ങനെയാണ് നോക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ലിങ്കേജ് അല്ലേ ചെയ്യുന്നത്. കംപ്ലീറ്റ് ലിങ്കേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളവിടെ മാക്സിമം വാല്യൂ വേണം എടുക്കാൻ. അതുകൊണ്ടാണ് ഞാനിവിടെ മാക്സ് എന്ന് എഴുതിയിരിക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് നോക്കാം. മാക്സ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇവിടുത്തെ ഒരാളും ഇവിടുന്ന് ഒരാളും, അതായത് മാക്സ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സി എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇ എ ഈ രീതിയിൽ എഴുതുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സി എ, അതായത് സിയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ 3 ആണ് കിട്ടുന്നത്. അതാണ് ഞാനിവിടെ മാക്സ് ഓഫ് ഇതിൻ്റെ അവിടെ നമ്മൾ 3 എന്ന് എഴുതിയിരിക്കണം. ഇനി ഡിസ്റ്റൻസ് ഓഫ് എ എന്ന് പറയുന്നതോ? എ എന്ന് പറയുന്നത് 11 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 11 എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വാല്യൂസിൽ മാക്സിമം വാല്യൂ ഏതാണ്? 11 അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ആൻസർ 11 വന്നിരിക്കുന്നത്. ഇനി അടുത്ത ആളാരാണ്? ബി അല്ലേ വരുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലസ്റ്റർ സി ബി എന്ന് പറയുമ്പോഴത്തേക്കും മാക്സ് ഓഫ് ഡി ഓഫ് സി ബി ഡി ഓഫ് ഇ ബി എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി. ഇനി സി ബി തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിക്കേ. സി ബി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ 7, ഇ ബി എന്ന് പറയുമ്പോഴോ? ഇ ബി എന്ന് പറയുമ്പോഴത്തേക്കും 10 ആണ് വരുന്നത്. ഇതിൽ മാക്സിമം ഏതാണ്? 10 അല്ലേ? അങ്ങനെയാണ് ഇവിടെ 10 വന്നത്. ഇനി അടുത്തയിലോ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ സി ഇ ഡി എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം ഓഫ് ഡിസ്റ്റൻസ് ഓഫ് സി ഡി ഡിസ്റ്റൻസ് ഓഫ് ഇ ഡി. ഇതിൽ സി ഡി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 9 ആണ് വാല്യൂ വരുന്നത്. ഇനി ഇ ഡി എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? ഇ ഡിക്ക് 8 ആണ് വരുന്നത്. ഇതിൽ മാക്സിമം ഏതാണ്? 9 ആണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ 9 വന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ക്ലസ്റ്റർ അല്ലേ C2, അതിലുള്ള ഓരോരുത്തരെ നേരത്തെ എഴുതിയതുപോലെ തന്നെ മേളിലും സൈഡിലുമായിട്ട് എഴുതാം. മേളിൽ എ ബി ഡി. ഇവിടെ എന്താ വ്യത്യാസം വരുന്നത്? CE പുതിയ ക്ലസ്റ്റർ ഉണ്ട്, അയാളെ വേണം ഇവിടെ എഴുതാൻ. അതേപോലെ ഇവിടെ അങ്ങനെ എഴുതാം, എ ബി ഡി CE. ഇനി എന്താ ചെയ്യേണ്ടത്? ഡയഗണലിലുള്ള എല്ലാവർക്കും 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് എ ബി എന്ന് പറയുന്നത് എത്രയായിരുന്നു നമ്മുടെ വാല്യൂ? ഇവിടെ നോക്കണം. എ ബി എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഇവിടെ 9 കൊടുത്തു. എ ഡി എന്ന് പറയുന്നതോ? എ ഡി എന്ന് പറയുന്നത് 6 ആണ്. ഇനി എ സി ഇ എന്ന് പറയുന്ന ഡിസ്റ്റൻസോ? എ സി ഇ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് 11 കിട്ടിയത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ബി എ എന്ന് പറയുന്നതോ? ബി എ എന്ന് പറയുന്നത് 9 ആണ്. അതാണ് ഇവിടെ 9 എഴുതിയിരിക്കുന്നത്. ഇനി ബി ഡി എന്ന് പറയുന്നതോ? ബി ഡി എന്ന് പറയുന്നത് 5 ആണ്. അതുകൊണ്ട് ഇവിടെ 5 എഴുതിയിട്ടുണ്ട്. ഇനി ബി സി ഇ എന്ന് പറയുന്നതോ? അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, 10 എഴുതിയിട്ടുണ്ട്. ഇനി
ഡി എ എന്ന് പറയുന്നതോ, ഡി എ എന്ന് പറയുന്നത് 6 ആണ്, അതിവിടെ എഴുതിയിട്ടുണ്ട്. ഡി ബി എന്ന് പറയുന്നത് 5 ആണ്, 5 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഡി സി ഇ എന്ന് പറയുന്നതോ, ഇതേ നോക്ക്, ഡി സി ഇ എന്ന് പറയുന്നത് 9 ആണ്, അതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി സി ഇ എ എന്ന് പറയുന്നത് എന്താണ്? സി ഇ എ എന്ന് പറഞ്ഞാലും 11 തന്നെയാണ്. സി ഇ ബി എന്ന് പറഞ്ഞാലും 10 തന്നെയാണ്. ഇനി സി ഇ ഡി എന്ന് പറയുന്നതോ 9 ആണ്. അപ്പോൾ ഇത് എഴുതിയത് മനസ്സിലായില്ലേ? ഈ രീതിയിൽ നമ്മൾ ഇനി എഴുതണം. ഇനി അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. 0 അല്ലാണ്ട് വരുന്ന മിനിമം ഡിസ്റ്റൻസ് ഏതാണ്? 5 അല്ലേ? 5 എന്ന് പറയുന്നത് ബിയും, അതായത് ക്ലസ്റ്റർ ബിയും ക്ലസ്റ്റർ ഡിയും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ആണ് 5. അപ്പോൾ നമ്മുടെ പുതിയ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ ബി ക്ലസ്റ്റർ ഡി എന്ന് പറയുന്നതാണ് 5. അപ്പോൾ ന്യൂ സെറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സ് എങ്ങനെ വരും? C3യിൽ, അതായത് ന്യൂ സെറ്റ് ഓഫ് ക്ലസ്റ്റർ C3യിൽ എ വരും, പുതിയ ക്ലസ്റ്റർ ആയിട്ടുള്ള ബി ഡി വരും, പിന്നെ നമ്മുടെ നേരത്തെ ഉള്ള ക്ലസ്റ്റർ CE വരും. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് പുതിയ ക്ലസ്റ്റർ ബാക്കിയുള്ള ക്ലസ്റ്ററായിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ ബി ഡി എ എന്ന് പറയുന്നത് മാക്സിമം ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡി എ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബി എ എന്ന് പറയുന്നതിൻ്റെ ഡിസ്റ്റൻസ് ഇത് ഇവിടെ നോക്കിയാൽ മതിയില്ല. ബി എ എന്ന് പറയുന്നത് 9 ആണ്. ഇനി ഡി എ എന്ന് പറയുന്നത് 6 ആണ്. ഇതിൽ മാക്സിമം 9 ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ആരാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ ബി ഡി ക്ലസ്റ്റർ CE ആണ്. ഇതും എന്താണ്? മാക്സിമം ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി സി, അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ഇ അത് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ എഴുതേണ്ടത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡി സി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡി ഇ, ഈ രീതിയിൽ വേണം എഴുതാൻ. അപ്പോൾ നമ്മൾ ബി സി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വേണം നോക്കാം. ബി സി എങ്ങനെ വരുന്നത്? 7 ആണ് വാല്യൂ. അപ്പോൾ മാക്സിമം 7. ഇനി ബി ഇ എന്ന് പറയുന്നത് എത്ര വാല്യൂ വരുന്നത്? ബി ഇ എന്ന് പറയുമ്പോഴത്തേക്കും 10 ആണ് വരുന്നത്, അതിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഡി സി എന്ന് പറയുമ്പോൾ 9 ആണ് വാല്യൂ. ഇനി ഡി ഇ എന്ന് പറയുന്നതോ, ഡി ഇ എന്ന് പറയുമ്പോൾ 8 ആണ്. ഇതിൽ മാക്സിമം വാല്യൂ ഏതാണ്? 10 ആണ്, അതുകൊണ്ടാണ് ഇവിടെ 10 വന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ പുതിയ മെട്രിക്സ് എഴുതണം. അതായത് എ ബി ഡി CE, ഇവിടെ അങ്ങനെ തന്നെ എ ബി ഡി CE, ഡയഗണൽ മൊത്തം 0 കൊടുക്കുക. ഇനി എ ബി ഡി എന്ന് പറയുന്നതിൻ്റെ എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? 9 ആണ്. ഇനി എ CE എന്ന് പറയുന്നത് നമുക്കിവിടെ നേരത്തെ കിട്ടിയില്ലായിരുന്നോ? 11 ആണ്. ആ 11 ഇങ്ങോട്ട് എഴുതി. ഇനി ബി ഡി എ എന്ന് പറയുന്നത് 9 ആണ്, അത് എഴുതി. ഇനി ബി ഡി CE എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, 10 ആണ്. CE A എന്ന് പറയുമ്പോഴത്തേക്കും 11 ആണ്, അത് എഴുതിയിട്ടുണ്ട്. ഇനി CE ബി ഡി എന്ന് പറയുന്നത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 10 ആണ്. ഇനി ഇതിൽ പിന്നെയും നോക്കണം. ഇതിൽ ഏറ്റവും ചെറുത് 9 ആണ്. 9 വരുന്നത് എപ്പോഴാണ്? എയും ബി ഡിയും, അതായത് ക്ലസ്റ്റർ എയും ക്ലസ്റ്റർ ബി ഡിയും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ഈ മിനിമം ഡിസ്റ്റൻസ് കിട്ടുന്നത്. അപ്പോൾ അവരെ പുതിയ ക്ലസ്റ്റർ ആക്കണം. അപ്പോൾ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ എ ആൻഡ് ക്ലസ്റ്റർ ബി ഡി ആണ് എന്ത് വരുന്നത്? 9 എന്ന് വരുന്നത്. അപ്പം ന്യൂ ക്ലസ്റ്റർ C4 എന്ന് പറയുന്നത് എന്താണ്? എ ബി ഡി ഒരു ക്ലസ്റ്റർ, പിന്നെ CE വേറൊരു ക്ലസ്റ്റർ. ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ എ ബി ഡി ക്ലസ്റ്റർ CE എന്ന് പറയുന്നത് മാക്സ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ AC, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ AE, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ BC, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ BE, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ DC, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ DE. ഈ രീതിയിൽ വേണം നമ്മൾ ഇവിടെ എഴുതാൻ. ഇനി മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ AC തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. AE എന്ന് പറയുമ്പോഴത്തേക്കും 11 ആണ്, അത് എഴുതിയിട്ടുണ്ട്. ഇനി BC എന്ന് പറയുമ്പോഴത്തേക്കും 7 ആണ് വരുന്നത്. BE എന്ന് പറയുമ്പോൾ 10 ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് DC എന്ന് പറയുമ്പോഴത്തേക്കും 9 ആണ് വരുന്നത്. DE എന്ന് പറയുമ്പോഴത്തേക്കും 8 വരും. ഇതിൽ മാക്സിമം വാല്യൂ ഏതാണ്? 11 അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ 11 എന്ന് വരുന്നത്.
ഇനി അടുത്തത് വരയ്ക്കാം. ഇപ്പം നമ്മുടെ പുതിയ ക്ലസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ABD ഒരു ക്ലസ്റ്റർ, CE വേറൊരു ക്ലസ്റ്റർ. അതും ഇതേപോലെ മെട്രിക്സ് വരയ്ക്കുക. ഡയഗണൽ 0 ഇട്ട് കൊടുക്കുക. ABD CE എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയായിരുന്നു? ABD CEൻ്റെ വാല്യൂ ആണ് 11. അപ്പോൾ 11 ഇവിടെയും വരും, ഇവിടെയും വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ABD CE എന്ന് പറയുന്നതാണ് നമ്മുടെ പുതിയ ക്ലസ്റ്റർ. ഇവിടെ വെച്ച് നമ്മുടെ കംപ്ലീറ്റ് ലിങ്കേജ് തീർന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഡെൻഡ്രോഗ്രാം വരച്ചതെന്ന് നോക്കാം. അപ്പോൾ ഡെൻഡ്രോഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ വാല്യൂസ് എല്ലാം കൊടുക്കുവാണ്. 2, 4, 6, 8, 10, 12, 14. ഒരു 14 വരെയാണ് ഞാൻ കൊടുക്കുന്നത്. ആദ്യം തന്നെ CE എന്ന് പറയുന്നതാണ് നമ്മുടെ 2. അപ്പോൾ ഞാൻ Cയും Eയും എഴുതി. എന്നിട്ട് 2 നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2 വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ BD എന്ന് പറയുന്ന ക്ലസ്റ്റർ 5. BD ക്ലസ്റ്റർ 5 എന്ന് പറയുമ്പോഴത്തേക്കും 4ൻ്റെയും 6ൻ്റെയും ഇടയ്ക്ക് എന്തുവായിരുന്നു? BD. അപ്പോൾ Bയും എഴുതി, Dയും എഴുതി. ഇത് എത്രയായിരുന്നു? 5 വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എത്രയാണ് നമ്മുടെ വരുന്നത്? ABD എന്ന് വരുന്നത്. ABD എത്രയാണ് വരുന്നത്? 9. അപ്പോൾ 8ൻ്റെയും 10ൻ്റെയും നടുക്ക് ABD. ഇവിടെ BD ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ABD വരച്ചു. അത് കഴിഞ്ഞ് എന്താ വരുന്നത്? ABD CE എന്ന് പറഞ്ഞ് വരുന്നത്. അത് എത്ര വരുന്നത്? 11 ആണ് വരുന്നത്. ഇതിവിടെ വരും. ഇപ്പം ഇത്രയും ABD ആണ് നിൽക്കുന്നത്, ഇവിടെ CE. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡെൻഡ്രോഗ്രാം ഓക്കെ ആയി. ഇങ്ങനെയാണ് ഈ ഡെൻഡ്രോഗ്രാം വരച്ചിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? ഇനി വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ലിങ്കേജിൻ്റെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സിംഗിൾ ലിങ്കേജ് തന്നെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്? സെയിം ഇതേ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ഡിസ്റ്റൻസ് എടുക്കില്ല. അതായത് ഒരു പുതിയ ക്ലസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ പഴയ ക്ലസ്റ്ററും പുതിയ ക്ലസ്റ്ററും തമ്മിൽ പുതിയ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ലിങ്കേജിൽ നമ്മൾ മാക്സിമം ആണ് എടുക്കുന്നതെങ്കിൽ സിംഗിൾ ലിങ്കേജിൽ നമ്മൾ മിനിമം എടുക്കും. അതിനൊരു എക്സാമ്പിൾ നോക്കിക്കോ. നമ്മൾ സെയിം ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ്. ഇവിടെ 3,11 വന്നപ്പോഴത്തേക്കും മറ്റൊരിടത്ത് നമ്മൾ 11 എടുത്തു, കാരണം അവിടെ മാക്സിമം ആയിരുന്നു. ഇവിടെ മിനിമം എടുക്കേണ്ടത് കൊണ്ട് നമ്മൾ 3 എടുത്തു. അത്രയാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. ബാക്കി എല്ലാം സെയിം സ്റ്റെപ്പ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഇനി ആവറേജ് ലിങ്കേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്താണ് ഒരു പ്രത്യേകത? മിനിമം അല്ല, മാക്സിമം അല്ല, നമ്മളിവിടെ ആവറേജ് ആണ് എടുക്കുന്നത്. അതായത് ഒരു പുതിയ ക്ലസ്റ്റർ CE കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ CEയും Aയും തമ്മിലുള്ള മിനിമം മാക്സിമം അല്ല നമ്മൾ എടുക്കേണ്ടത്, ആവറേജ് ആണ് എടുക്കുന്നത്. ഇതേ നോക്കിക്കോ, അതായത് ഡിസ്റ്റൻസ് ഓഫ് C, A പ്ലസ് ഡിസ്റ്റൻസ് ഓഫ് E, A ഡിവൈഡഡ് ബൈ 2. ഈ രീതിയിൽ നമ്മൾ ആവറേജ് വാല്യൂ വെച്ചിട്ടാണ് ആവറേജ് ലിങ്കേജ് ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടാം. നിങ്ങൾ തന്നെ ഇതൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെലിഗ്രാം ചാനലിൽ പറഞ്ഞാൽ മതി. കിട്ടുന്നില്ലെങ്കിൽ നമുക്കിത് ചെയ്യാം.